അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1465, സൂറത്തുൻ നഹൽ 89-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا بك شهيدا على هؤلاء ونزلنا عليك الكتاب تبيانا لكل شيء وهدى ورحمة وبشرى للمسلمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ويوم نبعث في كل أمة, ഓരോ സമുദായങ്ങളിലും നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിനം സ്മരണീയമാണ്. ഷഹീദൻ അലൈഹിം, അവരുടെ മേലുള്ള സാക്ഷിയെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള സാക്ഷിയെ. വജഅനാ ബിക, തങ്ങളെ നാം കൊണ്ടുവരും ഷഹീദൻ അലാ ഹൗലായി, അവരുടെ മേലിലെല്ലാം സാക്ഷിയായിട്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ, തങ്ങളുടെ മേലിൽ നാം ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണമായ നിലക്ക്. വഹുദൻ, അള്ളാഹുലേക്കുള്ള മാർഗദർശനമായ നിലക്കും. വറഹ്മത്തൻ, കാരുണ്യമായ നിലക്കും. വബുശ്റാ ലിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കൊരു സുവിശേഷം എന്ന നിലക്കും ആണ് ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ ആയത്തുകളിൽ പരലോകത്ത് അല്ലാഹു തആല അമ്പിയാക്കളെ സാക്ഷികളായി കൊണ്ടുവരും എന്നായിരുന്നുവല്ലോ പറഞ്ഞത്. ആ അമ്പിയാക്കളെ സാക്ഷികളായി കൊണ്ടുവന്ന് ഉമ്മത്തിന്റെ അനുകൂലമായോ പ്രതികൂലമായോ അവരുടെ സാക്ഷ്യമുണ്ടാകുമെന്ന് സൂചിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ സമൂഹത്തിനും അല്ലാഹു തആല നൽകുന്ന പ്രത്യേകമായിട്ടുള്ള മഹത്വങ്ങളുടെ ചില വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് യൗമ നബഅസു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം, ഓരോ സമുദായത്തിലേക്കും അവരിൽ നിന്നുള്ള സാക്ഷികളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിനം, അത് സ്മരണീയമാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടാമതും താക്കീദിന്റെ സ്വരത്തിൽ തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്. ഉമ്മത്തിലേക്ക് അവരുടെ സാക്ഷിയായിട്ട് നബിമാരെ കൊണ്ടുവരുമെന്ന് മുമ്പത്തെ സൂക്തങ്ങളിൽ പറഞ്ഞല്ലോ, 84 മുതൽ. അപ്പൊ ആ സൂക്തങ്ങളിൽ പറഞ്ഞത് ഒരു താക്കീതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരിൽ നിന്നുണ്ടാകുന്ന ഒരു അങ്ങേയറ്റത്തെ അവർ അനുഭവിക്കാൻ പോകുന്ന അപകടങ്ങളിലേക്കുള്ള സൂചനയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ താക്കീത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയായി ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോൾ. കാരണം എന്താണ്? കഴിഞ്ഞ സൂക്തങ്ങളിൽ നബിമാര് സാക്ഷികളായി വരും എന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ ആ നബിമാര് സാക്ഷികളായി വരുമ്പോൾ അവിടെ ചില കലാപരിപാടികൾ വേറെ നടക്കും. എന്താണ് ആ കലാപരിപാടികൾ? ആ നബിമാരെ തള്ളിക്കളയാനും അവരെ നിഷേധിക്കാനുമുള്ള ശ്രമം ശത്രുക്കൾ ആയിട്ടുള്ള ആളുകൾ നടത്തും. അവരെ നിഷേധിക്കാനുള്ള ശ്രമം അവർ നടത്തും. എന്ന് പറഞ്ഞാൽ ഈ നബിമാർ ഞങ്ങൾക്കൊന്നും എത്തിച്ചു തന്നിട്ടില്ല. മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാരോ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകളോ ഒന്നും വന്നിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഗതി അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ എപ്പോൾ വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള നബിമാരെ അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും രണ്ടു വാദം മുന്നോട്ട് വരികയാണല്ലോ. ഞങ്ങൾക്ക് ഈ നബിമാരൊന്നും പറഞ്ഞു തന്നില്ല എന്ന് ഉമ്മത്തും, ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് നബിയും. രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നു? ഒരേ രൂപത്തിൽ തുല്യ പ്രാധാന്യമുള്ള വാദങ്ങൾ അവതരിപ്പിക്കുന്നു. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാദത്തിന് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു വാദത്തെ പ്രത്യേകമായി സ്ഥിരീകരിക്കണമെങ്കിൽ എന്തു വേണം? ആ നബി ആരാണോ എങ്കിൽ ആ നബിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ അനുയായികൾ, നിഷേധിക്കുന്ന അനുയായികൾ, രണ്ടിലൊരു കൂട്ടർക്ക് സാക്ഷി ഉണ്ടാവണം. തെളിവുകൾ രണ്ടു കൂട്ടരും അവതരിപ്പിക്കാത്ത സ്ഥിതിക്ക് ഇനി ഏതെങ്കിലും ഒരു ഭാഗത്തെ മുൻതൂക്കം ഉള്ളവരായി മാറ്റുന്നത് അവരുടെ എവിഡൻസ് മുഖേനയാണ്. സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷികൾ ഉണ്ടെങ്കിലാണ് ആ കൂട്ടത്തിന് ഒരു കൂട്ടർക്ക് പ്രാധാന്യം നൽകുക. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു കസീർ
വിശുദ്ധ ഖുർആനിലെ തന്നെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 143-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. മുത്തനബിന്റെ ഉമ്മത്തിനെ അല്ലാഹു തആല ഒരു മധ്യമ സമുദായമാക്കി. ഓവറല്ല, ആവശ്യത്തിനില്ലാതെയും ഇല്ലാത്ത ഒരു മിഡിലായിട്ടുള്ള ഒരു സമൂഹമാക്കി നിങ്ങളെ ഞാൻ. എന്തിനു വേണ്ടി? ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാവാൻ. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേലും സാക്ഷിയാവാൻ. ഈ അൽ ബഖറ സൂറത്തിലെ 143-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്ത്? യുദ്ആ നൂഹൻ അലൈഹിസ്സലാം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ ഹാജരാക്കപ്പെടും. ഫയുഖാലു ലഹു, നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദ്യം വരും, ഹൽ ബല്ലഗത, ഞാൻ നിങ്ങൾക്ക് ജനങ്ങൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്ന നിർദ്ദേശം തന്നിരുന്നുവല്ലോ, അത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നുവോ എന്ന് ചോദിക്കും. അപ്പൊ ഫയഖൂലു നഅം, നൂഹ് നബി അലൈഹിസ്സലാം പറയും, അതെ ഞാൻ എത്തിച്ചു കൊടുത്തിരുന്നു എന്ന്. അങ്ങനെ ഫയുദുആ ഖൗമുഹു, ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനമല്ല, മറിച്ച് ഉമ്മത്തിനെ, അവരുടെ നൂഹ് നബിന്റെ ജനതയെ കൊണ്ടുവരും. ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടും, ഹൽ ബല്ലഗക്കും, ഈ നിൽക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാം നിങ്ങൾക്ക് എന്റെ സന്ദേശങ്ങൾ എത്തിച്ചു തന്നിരുന്നോ? എന്നെ വിശ്വസിക്കണം, എന്നെ മാത്രം ആരാധിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരുന്നുവോ എന്നാ ജനങ്ങളോട് ചോദിക്കും. ഫയഖൂലൂന, അപ്പ ജനങ്ങൾ പറയും, മാ അതാനാ മിൻ നദീരിൻ വമാ അതാനാ മിൻ അഹദിൻ, ഞങ്ങളുടെ അടുത്തൊരു താക്കീതുകാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്ബോധനങ്ങളോ ഉപദേശങ്ങളോ തരുന്ന ഒരാളോ വന്നിട്ടില്ല. നൂഹ് നബി മാത്രമല്ല, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല എന്ന് സ്ട്രോങ് ആയിട്ട് അവർ നിഷേധിക്കും. അപ്പൊ ഫയുഖാലിൽ നൂഹിൻ, നൂഹ് നബി അലൈഹി സ്വലാമിനോട് ചോദിക്കപ്പെടും, മയ്യശ്ഹദുലക, നിങ്ങൾ സാക്ഷി എത്തിച്ചു കൊടുത്തു എന്നല്ലേ പറയുന്നത്, ആ പറയുന്നതിന് നിങ്ങൾക്ക് സാക്ഷികളാരാണുള്ളത് എന്ന് ചോദിക്കും. അബു ഫയഖൂലു, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം പറയും, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സമുദായവും എനിക്ക് സാക്ഷികളാണ്, ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവർ നിന്നോട് സാക്ഷി പറയും എന്ന് പറയും. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്, എന്ത്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, ജനങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വരാൻ. നോക്കൂ, ബഹുമാനപ്പെട്ട ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഉദ്ധരിച്ച ഹദീസ് എന്താണ്? മുൻകാലത്തെ പ്രവാചകന്മാർ അവരുടെ ജനതയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. എങ്ങനെയാണ്? ആ പ്രവാചകന്മാരെ കാണാത്ത, ആ ജനങ്ങളെ പരിചയമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് എങ്ങനെ സാക്ഷി പറയും? കാണാത്തത് സാക്ഷി നിൽക്കുന്നത് കള്ളസാക്ഷ്യമാവില്ലേ എന്നൊരു ചോദ്യം വരാം. അങ്ങനെ കാണാത്തത് പറയുന്നത് കള്ളസാക്ഷ്യമാവില്ലേ എന്നൊരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ തന്നെ പറയുന്നു, അല്ലാഹു തആല ഈ നബിമാരെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് സാക്ഷ്യം വഹിക്കുമ്പോ ആ ഉമ്മത്തിനോട് ചോദ്യം വരുമെന്ന്, വമാ ഇൽമുക്കും, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ നബിമാരെ ഈ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പറയുന്ന മറുപടി എന്താണ്? ജാഅനാ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അങ്ങനെ ഫാഖ്ബറന, ആ നബി ഞങ്ങളോട് പറഞ്ഞു തന്നിരുന്നു, അന്ന റുസുല ഖദ് ബല്ലഗൂ, കഴിഞ്ഞ കാലത്ത് വന്ന പ്രവാചകന്മാരെല്ലാം തന്നെ അവരുടെ ജനതയിലേക്ക് മഹത്തായ ദീനിന്റെ സന്ദേശങ്ങൾ അത് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നവർ നബി തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് ശരിയാണ്, മുത്തുനബി പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് ആ നബിമാർ ജനങ്ങൾക്ക് സന്ദേശം കൈമാറിയിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നോക്കൂ, അങ്ങനെ മുത്തുനബിന്റെ ഉമ്മത്ത് ഹീറോകളായി മാറുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂപ്പർ ഹീറോ ആയി, മഹ്ശർ മൈതാനിയിൽ എല്ലാ നബിമാർക്കും രക്ഷകനായി, അതേപോലെ തന്നെ എല്ലാ നബിമാരുടെയും സത്യസന്ധമായി പ്രബോധനം നടത്തിയവരുടെയും ഏറ്റവും വലിയ സാക്ഷിയായി, അവരെയൊക്കെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂപ്പർ ഹീറോ ആയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താവട്ടെ നബിതങ്ങൾ ഞങ്ങൾക്ക് പ്രബോധനം ചെയ്തിട്ടില്ലെന്ന് നിഷേധിച്ച് പ്രവാചകരെ ഒറ്റുകൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നുമില്ല. അപ്പൊ ഈ ഉമ്മത്തിൽ ഉൾപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം വരും അവിടെയെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതാണ് മുത്തുനബിന്റെ പവർ, അതാണ് റസൂലുള്ളാഹിന്റെ പ്രത്യേകത. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ആവാൻ അല്ലാഹു തആല നമ്മളെ പരിഗണിച്ചു എന്നത് ഈ ദുനിയാവിൽ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം മറ്റ് സമുദായങ്ങൾ അവരുടെ നബിമാരെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യശസ്സും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തല ഉയർത്തി മഹ്ശറിൽ നിൽക്കാനുമുള്ള അവസരത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്നത്. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ആ നബിതങ്ങളെക്കാൾ നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനേക്കാളും ഈ ഉമ്മത്തിനെ സ്നേഹിച്ചു. ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പണിയെടുത്തു. അതുകൊണ്ട് തന്നെ നിർണായക ഘട്ടത്തിൽ എല്ലാ ഉമ്മത്തും അവരുടെ നബിമാരെ ഒറ്റുകൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് അവരുടെ അനുയായി ഉമ്മത്ത് നബി തങ്ങളെ ഒറ്റുകൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മുത്തുനബിന്റെ യശസ്സും അന്തസ്സും അത് വാനോളം ഉയർത്തും വിധത്തിൽ അവര് നബിതങ്ങൾ പറഞ്ഞത് തന്നെ എടുത്തുകൊണ്ട് അവർ കൃത്യമായി സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങനെ മുത്തുനബിന്റെ ഉമ്മത്തിന്റെ സാക്ഷ്യം, അതേപോലെ റസൂലുള്ളാഹിന്റെ സാക്ഷ്യം, അത് മുഖേന മറ്റ് നബിമാർക്ക് പോലും പരലോകത്തെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അവസരം ഒരുക്കപ്പെടുകയാണ്. അതാണ് ഈ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞത്, വയൗമ നുബഅസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ. ഓരോ സമുദായത്തിൽ നിന്നും അതാ സാക്ഷികളെ കൊണ്ടുവരുന്ന ദിനം. എന്നിട്ടോ അലൈഹിം അവരുടെ മേലിൽ സാക്ഷികളെ കൊണ്ടുവരും. വജ്ഇനാ ബിക ഷഹീദൻ അലാ ഹഉലായി അവരുടെ മേലിലെല്ലാം സാക്ഷിയായിട്ട് തങ്ങളെയും കൊണ്ടുവരും. എല്ലാ നബിമാരും ഉമ്മത്തിന് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് സാക്ഷി പറയും. പക്ഷെ അവർക്ക് സാക്ഷിയായിട്ട് തങ്ങളെ അല്ലാഹു കൊണ്ടുവരും. ഇത് വല്ലാത്ത തങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ടോ നബിതങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹത്തിന്റെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നസ്സൽനാ അലൈക തങ്ങളുടെ മേലിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു നബിയാൽ കിതാബ് ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നു. തിബിയാനൻ ലികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിന്റെയും വിശദീകരണമായിട്ട്. അഥവാ ഖുർആനിൽ ഇല്ലാത്ത ഒരു സംഗതിയുമില്ല. ഓരോ കാര്യങ്ങളും ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. മഹാന്മാര് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ എല്ലാ വിജ്ഞാനങ്ങളുമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ എല്ലാവരുടെയും മനസ്സ് പാകപ്പെടുന്നില്ല. എല്ലാവർക്കും അതിനാവശ്യമായിട്ടുള്ള അറിവില്ല. അതേസമയത്ത് അറിവുള്ളവരതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് ക്യാപ്സൂൾ രൂപത്തിൽ അത് അവരെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാത്തിന്റെയും വിശദീകരണമാണ് ഖുർആൻ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ഈ മാറിയ കാലഘട്ടത്തിലൊക്കെ പല ആളുകളുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. എന്തു പറഞ്ഞാലും ഖുർആനും സുന്നത്തും എന്ന് പറയും. എന്നിട്ട് ആ ഖുർആനും സുന്നത്തും ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ നിർദാക്ഷിണ്യം പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ എന്തൊക്കെയോ മതത്തിന്റെ പേരിൽ പുലമ്പുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തിന്റെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിന്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഈ തിബിയാനൻ ലികുല്ലി ഷൈ എല്ലാത്തിന്റെയും വിശദീകരണമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ വിശദീകരണം എങ്ങനെയാ? ഇമ്മാബി തബീനിഹി ഫി നഫ്സിൽ കിതാബ്. ഒന്നുകിൽ അത് ഖുർആനിൽ തന്നെ എന്ത് ചെയ്യും? നേരിട്ട് ആ വിശദീകരണം വരും. ഒരു സ്ഥലത്ത് പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് കൃത്യമായിട്ട് വേറെ സ്ഥലത്ത് വിശദീകരിക്കും. അങ്ങനെ ആ ഖുർആൻ കൊണ്ട് തന്നെ ഖുർആനെ വിശദീകരിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. ഔ ബിഹാലത്തിഹി അല സുന്നത്തി, അല്ലെങ്കിൽ ആ ഖുർആനിൽ പറഞ്ഞതിന്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറയും. തങ്ങൾ പറഞ്ഞാലും അത് ഖുർആന്റെ വിശദീകരണം ആയിട്ട് തങ്ങൾ പറഞ്ഞാൽ അത് ഖുർആനിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ. ഖുർആൻ തന്നെ സൂറത്തുൻ നഹ്ലിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നേരത്തെ നമ്മൾ വിശദീകരിച്ചില്ലേ? എന്ത് വനസ്സൽനാ അലൈക്കൽ കിതാബ തങ്ങളുടെ മേലിൽ നാം ഖുർആൻ അവതരിപ്പിച്ചു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയെന്ന് അല്ലേ? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ തങ്ങളുടെ വിശദീകരണം എന്നത് ഏറ്റവും പ്രധാനമാണ് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുന്നതിൽ. തങ്ങളെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. തങ്ങൾ അൻസൽനായിലേക്ക് ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു. നസ്സൽനാ നേരത്തെ പറഞ്ഞ് അബദ്ധമായിട്ട് പറഞ്ഞതാ.
വൻസൽനാ ഇലൈക ദിക്റ, തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചു, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. അപ്പൊ മുത്തനബിന്റെ വിശദീകരണം എന്നത് ഖുർആന്റെ വിശദീകരണം തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഒന്നുകിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ടാകും. അതാണല്ലോ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കണം, നബിതങ്ങൾ കൊണ്ടുവന്നതെന്തോ വിരോധിച്ചതെന്തോ അത് നിങ്ങൾ വർജിക്കുകയും വേണം എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശറിന്റെ 7-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചില്ലേ. അപ്പൊ ആ നബിതങ്ങളുടെ വിശദീകരണത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് എന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഒന്നുകിൽ സുന്നത്ത് മുഖേനയായിരിക്കും ഖുർആന്റെ വിശദീകരണം, എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം, ഔ ബി ഇഹാലതിഹി അലൽ ഇജ്മാഇ, അല്ലെങ്കിൽ ഈ വിശദീകരണം വരുന്നത് എങ്ങനെയായിരിക്കും? മുസ്ലിം ഉമ്മത്തിന്റെ ഏകകണ്ഠമായ തീരുമാനങ്ങളുടെ മേലിൽ ചുമത്തിക്കൊണ്ടായിരിക്കും. അഥവാ ഖുർആനിൽ എന്താണുള്ളത് എന്ന് മുസ്ലിം ഉമ്മത്ത് ഏകകണ്ഠമായി എത്തിച്ചൊരു തീരുമാനം വന്നാൽ ആ തീരുമാനം ഖുർആന്റെ തീരുമാനം തന്നെയാണ്, ഖുർആന്റെ വിശദീകരണം തന്നെയാണ്. എന്താ കാരണം? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസാ, ആ സൂറത്തുൻ നിസായുടെ 115-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വലു അന്നഹു വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയസ്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. സത്യം വ്യക്തമായതിനു ശേഷം പ്രവാചകരോട് മത്സര്യം പ്രകടിപ്പിക്കുകയും വിശ്വാസി സമൂഹം നടന്നു വന്ന മാർഗം അല്ലാത്തതാണ് പിന്തുടരുകയും ചെയ്താൽ നമ്മൾ അവന്റെ പാട്ടിന് വിടുകയും അവന് ജഹന്നം എന്ന നരകത്തിലേക്ക് കടത്തിക്കളയുകയും ചെയ്യും. അതത്ര സുഖമുള്ള സങ്കേതമല്ല എന്ന് സൂറത്തുൻ നിസായിന്റെ 115-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അവിടെ പറഞ്ഞ വയത്തബിയു ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ ഏകകണ്ഠമായി അവരുടെ മാർഗമായി കൊണ്ട് നടന്നത് അല്ലാത്തത് പിന്തുടർന്നാൽ അവൻ വഴികേടിലാവുകയും അവന് നരകത്തിലാക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ സത്യവിശ്വാസികൾ ഏകകണ്ഠമായി ഒരു സംഗതിയെ മതമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അംഗീകരിച്ചതെല്ലാം ഖുർആനിന്റെ പരിധിയിൽ വരുന്നതാണ്, ഖുർആൻ അംഗീകാരം നൽകിയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇജ്മാ എന്ന് പറയുന്ന തെളിവിനെ വെല്ലാൻ വാസ്തവത്തിൽ മറ്റൊരു തെളിവുമില്ല. കാരണം എന്താ? ഖുർആനും സുന്നത്തും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഖുർആനിൽ എന്താണുള്ളത് സുന്നത്തിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിം ഉമ്മത്ത് നിരാക്ഷേപം അംഗീകരിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇജ്മാ എന്ന് പറയുന്നത്. അപ്പൊ ആ ഖുർആനും സുന്നത്തും എന്താണെന്ന് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളവരാണല്ലോ ആര്? മുസ്ലിം ഉമ്മത്തിലെ ഗവേഷണ പടുക്കളായിട്ടുള്ള മുജ്തഹിദുകളായ ഇമാമുമാർ. ആ മുജ്തഹിദുകളായ ഇമാമുമാർ മുത്തുനബിന്റെ കാലശേഷം ഒരു വിഷയത്തിൽ ഏകോപിക്കുക എന്നാണല്ലോ വാസ്തവത്തിൽ ഇജ്മാ എന്നതിന്റെ സാങ്കേതികമായ അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അയിമ്മത്ത് മുജ്തഹിദുകൾ ഒരു വിഷയത്തിൽ ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനമെടുക്കുന്നത് അവരാരും അവരുടെ സ്വന്തം വകയായിട്ടല്ല, അവരെ തറവാട്ടുന്നു കൊണ്ടെന്ന അഭിപ്രായമല്ല, മറിച്ച് അള്ളാന്റെ ഖുർആനിലും മുത്തുനബിന്റെ സുന്നത്തിലും വന്നിട്ടുള്ള ആശയങ്ങളെ വന്നിട്ടുള്ള തിയറികളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്, അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് അത്തരമൊരു ഏകകണ്ഠമായ തീരുമാനത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇജ്മാ എന്ന് പറയുന്നത് എന്തല്ല, ഖുർആനിനെതിരായ ഒരു സംഗതിയും എന്താവില്ല, ഇജ്മാ ആവില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ഖുർആനിനെ എങ്ങനെയാണോ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നതിന്റെ ഒരു വ്യക്തമായ രേഖയായിട്ടായിരിക്കും ഇജ്മാ വരിക. അതുകൊണ്ട് ഇജ്മായിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അതിനാണ് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു പക്ഷേ ഇജ്മായിൽ സ്ഥിരപ്പെട്ട സംഗതിക്കെതിരിൽ ഒരു ആയത്തിന്റെ തുണ്ടമെടുത്തു വന്ന് ഇത് ആ ഖുർആനിനെതിരല്ലേ എന്ന് ഒരാൾ ചോദിച്ചാൽ അതിന് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ള മറുപടി എന്താ? ആ ആയത്ത് കണ്ടോരാണല്ലോ അതിനെതിരിൽ എന്ത് ചെയ്തത്, ഇവിടെ നിലപാടെടുത്തത്. അപ്പൊ ആ ആയത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല, മറിച്ച് ഈ ഇമാമുകൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടാകും, അവരതിന്റെ കൃത്യമായിട്ടുള്ള എവിടെയാണത് കൊള്ളിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ചിന്തിക്കലാണ് അവിടെ വേണ്ടത്. അപ്പൊ ഇജ്മാ എന്ന പ്രമാണത്തെ വളരെ ഗൌരവത്തോടുകൂടെ തന്നെ കാണേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഔ അലൽ ഖിയാസി, അല്ലെങ്കിൽ നേരിട്ട് ഖുർആനിൽ ഒരു സംഗതി പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല, വിശദീകരണമായി സുന്നത്തിലും അതിന്റെ രേഖ കാണുന്നില്ല. ഇനിയോ മുസ്ലിം ഉമ്മത്തിന്റെ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ തീരുമാനവും കാണുന്നില്ല. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ അത്തരം തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഉള്ള ഒരു വിഷയത്തോട്
തത്വത്തിൽ യോജിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനോട് തുലനം ചെയ്തുകൊണ്ട് അഥവാ ഖിയാസ് എന്ന തെളിവിലേക്ക് എത്തിക്കൊണ്ട് അതിനെ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇസ്ലാമിലുണ്ട്. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത് ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ, ചിന്തിക്കാൻ സാധിക്കുന്നവർ, തെളിവുകൾ പരിശോധിക്കാൻ സാധിക്കുന്നവർ നിങ്ങൾ ചിന്തിക്കൂ, പാഠം ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് എന്ന് ബഹുമാനപ്പെട്ട ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ഹശറിന്റെ 2ാമത്തെ സൂക്തത്തിൽ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം തഫ്സീർ ജമലിൽ വിശദീകരിക്കുന്ന ഒരു വിശദീകരണത്തിന്റെ ചുരുക്കമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അപ്പൊ തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാത്തിന്റെയും വിശദീകരണമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചതുർ പ്രമാണങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ വിശദീകരിക്കാൻ യോഗ്യരായ ആളുകളിലൂടെ ഖുർആൻ മനസ്സിലാക്കിയാൽ എല്ലാ സംഗതിയും ഖുർആനിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് പകരം 500 പേജുള്ള ഒരു പരിഭാഷ എടുത്തു വെച്ചിട്ട് ഇതാണ് ഖുർആന്റെ ആകത്തുക എന്ന് വിവരക്കേട് പറഞ്ഞാലോ അവർക്ക് ഖുർആനിലൊന്നും കണ്ടെത്താൻ കഴിയുകയുമില്ല എന്ന വസ്തുത തിരിച്ചറിയാം. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഖുർആൻ ഉൾക്കൊള്ളാനുള്ള മാർഗം മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദുകളെ പൂർണ്ണമായി അംഗീകരിച്ച് തഖലീദ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ വഴിയുള്ളൂ എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അതിന് പകരം ഓരോരുത്തർ അവർക്ക് തോന്നിയതുപോലെ ഖുർആനിൽ ഇറങ്ങിയിട്ട് ഗവേഷണം നടത്താൻ ഇറങ്ങിയാൽ ഇന്നിപ്പോ മദ്ഹബ് വിട്ടുകൊണ്ട് മറ്റു മാർഗങ്ങളിലൂടെ പോയവരെത്തിപ്പെട്ട അപജയത്തിന്റെ സാഹചര്യം അത് ശരിക്കും നമുക്ക് എന്താക്കാനും പറ്റും, മനസ്സിലാക്കാനും പറ്റും എന്നതാണ് ഇവിടെ പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ടത് എന്നുണർത്തുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ എല്ലാത്തിന്റെയും വിശദീകരണമാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു വഹുദൻ, ഖുർആൻ മാർഗദർശനവുമാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള രീതി, റൂട്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. വറഹ്മത്തൻ, കാരുണ്യവുമാണ്. അഥവാ ഓരോ രംഗത്തും ഒരു വിശ്വാസിക്ക് രക്ഷയുടേതായിട്ടുള്ള വഴികളിലേക്ക് അവനെ വഴി നടത്തുന്ന കാരുണ്യമാണ് ഖുർആൻ. വബുശ്റാ ലിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് ഗുഡ് ന്യൂസുമാണ്, സന്തോഷ വാർത്തയുമാണ്. ഈ ഖുർആനിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ ആശയങ്ങൾ ശരിയായി ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷെ ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഖുർആൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അടിസ്ഥാന വിവരമില്ലാത്തതിന്റെ പേരിൽ അതിന്റെ റൂട്ട് തെറ്റി ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച് വാസ്തവത്തിൽ ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിന് വിരുദ്ധമായ ആശയങ്ങളുടെ പുറകെ പോയി ഉള്ള വിശ്വാസവും കൂടെ നഷ്ടപ്പെടുത്തുന്ന അപകടകാരികളായിട്ട് നമ്മുടെ നാട്ടിലെ ചിന്താശേഷി കുറഞ്ഞ നേരെ ഗവേഷണപ്പെടുക്കളായി ഇറങ്ങുന്ന അനർഹരായ ആളുകളുടെ കൊയലൂത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഒരുപാട് ആളുകളുടെ വിശ്വാസം തെറ്റുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാം മനസ്സിലാക്കാൻ നന്നായി ഇൽമു പഠിച്ചിട്ടുള്ള, ഹദീസുകൾ നന്നായി പരിചയമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, ഇമാമുകളെ, അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ദീന് മനസ്സിലാക്കാവൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.